തീർച്ചയായും അതെ. ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന്. മറുപടിയുമായി ദിയ കൃഷ്ണ നമ്മോട് പ്രതികരിക്കുകയാണ്. വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനം നമ്മുടെ നികുതി വെട്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പൈസ ജീവനക്കാരുടെ അക്കൗണ്ട് വാങ്ങിക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിന് തെളിവാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ അത് കോടതിയിലായാലും ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഒരാൾ ചോദിക്കുന്നത് വേർസ് ദ പ്രൂഫ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളിവിടെ നമ്മളിപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ഇന്നിപ്പോൾ പറയേണ്ട അവസ്ഥ വന്നോ, നമ്മളെല്ലാത്തിനും തെളിവ് സഹിതം ന്യൂസിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ പോലീസ് സ്റ്റേഷനിൽ പണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു വാലിഡ് പ്രൂഫ് പോലും ഈ 3 പേരുടെ കയ്യിൽ നിന്ന് മീഡിയക്കാർക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദ ഡേ ദേ പ്രൊവൈഡ് വാലിഡ് പ്രൂഫ് ഫോർ വാട്ട് എവർ ദേ ടെല്ലിങ്, നമ്മളെല്ലാവരും ഈ പറഞ്ഞ എൻ്റെ അച്ഛനായാലും ഞാനായാലും ആരോപണങ്ങൾ അന്ന് ഏറ്റെടുക്കാം. ഒരു ദൃശ്യങ്ങൾ ഇടുന്നുണ്ട്, നമുക്ക് ഒരു പണം നൽകി എന്ന് പറയുന്ന ദൃശ്യം, അതിൽ അമ്മ ഉൾപ്പെടെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ പണം നൽകി എന്നുള്ളത് അത് അന്ന് രാവിലെ ഒരു 3 മണി 4 മണി വരെ, അതായത് 30-ആം തീയതി രാവിലെ അല്ലേ, 30th മോർണിംഗിന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കിടന്ന് ഉറങ്ങണം, പ്ലീസ് ലീവ് മീ അലോൺ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്സാണ് ഈ രാധാകുമാരി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെയും വിനിതയുടെയും ഹസ്ബൻഡ്. വിനിതയുടെ ഹസ്ബൻഡ് വളരെ ചെറിയൊരു പയ്യനാണ്, ആദർശം. ഈ 2 പേരും മാറി 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 എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ അവനെ എടുത്തില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെയാണ് വിളിച്ചത്, അശ്വിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും ദിയ ചേച്ചിയോട് ഇത് കേസായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറയണം, കൃഷ്ണകുമാർ അങ്കിളിനെ അറിയിക്കില്ലെന്ന് പറയണം, സോഷ്യൽ മീഡിയയിൽ പറയില്ലെന്ന് പറഞ്ഞാൽ നമുക്കും എൻ്റെ ഭാര്യമാർക്കും ഒന്നും പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത തട്ടിപ്പ് ചെറുതല്ല, അപ്പോൾ ഇത് പുറത്ത് വന്നാൽ ഇപ്പോൾ ഒരു റേപ്പ് ചെയ്യപ്പെടുന്ന ഒരാൾ പറയുവാണ് എൻ്റെ ഫോട്ടോ ഒന്നും മീഡിയയിൽ ഇടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അപ്പോൾ ഈ പൈസ മോഷ്ടിക്കുന്ന ഫ്രോഡിലൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ ക്രിമിനൽ ഒഫൻസ് ചെയ്തവരുടെ ഫോട്ടോ പുറത്ത് വരെ തന്നെ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു നമ്മൾ എന്ത് കോമ്പൻസേഷൻ റെഡിയാണ്, ഭാര്യമാർക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, നമ്മൾ എന്തിന് റെഡിയാണ് എന്നുള്ള പോലെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കോൾ കട്ട് ചെയ്ത് ഉറങ്ങണമെന്ന് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഐ ജസ്റ്റ് വോണ്ടഡ് ടു സ്ലീപ്പ് ബിക്കോസ് എൻ്റെ ഡോക്ടർ പറഞ്ഞത് ലാസ്റ്റ് മന്താണ് യു ഷുഡ് ടേക്ക് റെസ്റ്റ് എന്ന് എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ 8th month സ്കാനിങ്ങിന് പോയപ്പോൾ കൂടെ പറഞ്ഞായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഉറങ്ങണം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കൊണ്ട് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമോ ഒപ്പിച്ച് എനിക്ക് കൊണ്ടങ്ങ് രാവിലെ കൊണ്ടങ്ങ് താന്ന് ഞാൻ പറഞ്ഞു. നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്, അവരുടെ കയ്യിൽ ഇല്ലെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. രാവിലെ ഐ തിങ്ക് ഒരു 9 കഴിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ കോൾസ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വരാൻ തുടങ്ങി. ഒരു 9-9:30 കഴിഞ്ഞപ്പോൾ അവരുടെ കോൾസ് വരാൻ തുടങ്ങി. അവരുടെ കോൾ കണ്ട് നമ്മൾ എടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ താഴെ എത്തി, ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾ പൈസയും കൊണ്ടാണോ വന്നത്? പറഞ്ഞു അതെ പൈസയും കൊണ്ടുതന്നെ, നമുക്ക് തീർത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ ഫൈൻ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ചെന്നു, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ. ചെന്നപ്പോൾ 2 ഭർത്താക്കന്മാർ നമ്മുടെ ഗസ്റ്റ് ഏരിയയിൽ ഇരിപ്പുണ്ടായിരുന്നു ഫ്ലാറ്റിൻ്റെ. അതിൻ്റെ CCTV ഫുട്ടേജ് മ്യൂസിയം പോലീസ് കൊണ്ടുപോയി. ഫോളോഡ് ബൈ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യമാരവരെ, അവരല്ലേ പ്രതികൾ, അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ 3 പേരവിടെ ഗേറ്റിൻ്റെ വെളിയിലുണ്ടായിരുന്നു. അവർ 3 പേരും പതിയെ ഇങ്ങ് വന്നു. അവരും പതുക്കെ അകത്ത് കയറി വന്നിരുന്നു. അവരുടെ മുമ്പിലിരുന്ന് ഞാൻ കരച്ചിലായിരുന്നു. ബിക്കോസ് അശ്വിൻ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്ത് ദ്രോഹമാണ് ദിയയോട് കാണിച്ചത്, ഇത്രയും വയ്യാതിരുന്ന ഒരാളെയല്ലേ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അവർ തെറ്റുപറ്റിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞ് 3 പേരും അവർ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റർ എൻ്റെ ചേച്ചിയും അമ്മയും എനിക്കിത് ഓക്കെ ആണോ എന്ന് അറിയാൻ ഫ്ലാറ്റിലേക്ക് വന്നപ്പോഴാണ് അവർ കാണുന്നത് ഇവരിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. വന്ന് കയറി അവർ സംസാരിച്ചു തുടങ്ങി. ഫോളോഡ് ബൈ മൈ ഹോൾ ഫാമിലി എല്ലാവരും അവിടെ വന്നു ഇവരോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം സത്യവും പറഞ്ഞു. ഇവർ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു പോയതാണ്, പറ്റിപ്പോയതാണ് ഇതൊക്കെ. അപ്പോൾ കണക്ക് ചോദിച്ചപ്പോൾ ഇവർ കണക്ക് അറിയില്ല, എന്നൊക്കെ എടുത്തു എന്നറിയില്ല, കുറേ കാലമായിട്ട് എടുക്കുകയാണ്, നമ്മളോട് ക്ഷമിക്കണം, ഇതാണ് അവർ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉള്ള പ്രസിഡൻറ്റ്, നമ്മുടെ ഫ്ലാറ്റിലെ പ്രസിഡൻറ്റ് പറഞ്ഞു ഇതുപോലെ ഇവിടെ ഈ ചെറിയ ഏരിയയിൽ ഇത്രയും പേര് കൂടി നിൽക്കരുത്, നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓഫീസ് ചെറുതാണ്, അച്ഛൻ്റെ ഓഫീസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ അവിടെ ആകുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ കാറിൽ ദിവ്യയും വിനിതയും കയറി. പിന്നെ രാധാകുമാരി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അമ്മയുടെ കാറിലാണ് വന്നത്. അതുപോലും നമ്മളപ്പോൾ നോക്കണം, ആണുങ്ങളുടെ കൂടെ പോലല്ല പെണ്ണുങ്ങളുടെ കൂടെ പറഞ്ഞു വിടുന്നത്. ഭർത്താവിൽ ഒരാൾ മനോജ് എന്നാണ് വിളിക്കുന്നത്, പുള്ളിയുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, ബൈക്കിൽ വന്നു. വേറൊരാൾ പണം കിട്ടാൻ വേണ്ടി പണം ഒപ്പിക്കാൻ വേറെ എങ്ങോട്ടോ പോയി. തട്ടിക്കൊണ്ട് വന്നു എന്നുള്ളത് തെറ്റാണ്. അത് തെളിവ് അവർ തന്നില്ലല്ലോ, നമ്മുടെ തെളിവുണ്ട്, CCTV ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇവർ ഇറങ്ങുന്നു, നമ്മുടെ ഇന്നോവ കാറിലോട്ട് ഇവർ എൻ്റെ ചേച്ചിയുടെ കൂടെ കയറുന്നു വരുന്നു. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പോലീസിന്. അപ്പോൾ അത് ഇവരല്ല എന്ന് ഇവർ പറയാൻ മാത്രമേ ഇവർക്ക് ബാക്കിയുള്ളൂ. നമ്മൾ പലതവണ ചോദിച്ചു ATM നിന്ന് പൈസ എല്ലാ ദിവസവും കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 5 ലക്ഷം രൂപ എന്തിന് തന്നു എന്ന് ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് തന്നതെന്ന് അവർ പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയാൽ പോലും ഇല്ലേ അവർക്ക് ഈ ഓരോ മണിക്കൂറിൽ നിന്ന് എവിടെ നിന്ന് ഇത്രയും ക്യാഷ്? അവരിപ്പോൾ പറയുന്നു നമ്മുടെ അക്കൗണ്ടിൽ എത്രയോ ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 5000 രൂപ പോലും ഇല്ലയെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ശരി, എന്നാൽ അവർ ഈ ഓവർനൈറ്റ് എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് ഒപ്പിച്ചത്? അത് റെഡി ക്യാഷ്, അതവരെവിടെ നിന്ന് ഒപ്പിച്ചു എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ അതവരവർക്ക് ഉത്തരവില്ല.
അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല അവർ നമുക്ക് എന്തിന് ഈ ക്യാഷ് തന്നു? തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഭീഷണിപ്പെടുത്തിയാലും തരാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അവർ എന്തിനു തന്നു? അവർ തരാൻ റെഡി ആയിരുന്നത് കൊണ്ടാണ് നമ്മളത് മേടിച്ചത്. അത് അവർ സന്തോഷത്തോടെ നമുക്ക് തന്ന് ഇവിടെ വെച്ച് അവർ എണ്ണി തരുന്നതിൻ്റെ വീഡിയോ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കൊടുത്തും കഴിഞ്ഞു. അത് ആരും പറയുന്നത് ഒരു അധികാരത്തോടെ പെരുമാറി ജാതിയുമായി അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഈ അധികാരത്തോടെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്, ഞാൻ അതിൻ്റെ സ്റ്റാഫല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു അധികാരം ഉണ്ടല്ലോ. ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ ശമ്പളം പറ്റുന്ന ആളല്ല. അതിൻ്റെ ഒരു അധികാരം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ ജാതി മതം ഈ അധികാരം കൂടെ മിക്സപ്പ് ആക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് നമുക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ കിടന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് അവരുടെ ഈ ജാതി കാർഡ്. എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ എൻ്റെ അച്ഛൻ വേറെ ജാതി, എൻ്റെ അമ്മ വേറെ ജാതി, എൻ്റെ ഹസ്ബൻഡ് വേറെ ജാതിയാണ്. അപ്പോൾ ജാതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ എൻ്റെ ഫാമിലിക്കകത്ത് ആദ്യം ചോദ്യം വരും, മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ കൂടെ ഇരുന്ന് തറയിൽ കുത്തിയിരുന്ന് പണിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഇവർ തൂത്തില്ലെങ്കിലും തറ തൂക്കുകയും ബാത്റൂം കഴുകുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് അതിൻ്റെ ഓണറായ എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജാതിയിൽ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓഫീസിൽ ഇവരെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരുടെ ജാതി എനിക്ക് അന്വേഷിച്ചിട്ട് ഈ ജാതിയിലുള്ളവർ നമ്മുടെ ഓഫീസിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് 3 പേരെ ഞാൻ എന്തിനെടുത്തു? അതും ഒരേ ജാതിയിൽ 3 പേരെ ഞാൻ എന്തിനെടുക്കണം? അപ്പോൾ ഇതിനകത്ത് ഈ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇതൊക്കെ എന്തിനാണ് ഈ ജാതി മതം കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ് ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ബിക്കോസ് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സും ടാക്സും GST എല്ലാം അവിടെ ഇരിക്കട്ടെ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ മേളിൽ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ ബ്ലൈൻഡായിട്ട് കൊടുക്കുന്നതാണ്. അത് എനിക്ക് തിരിച്ചിവർ തന്നില്ല, വിശ്വാസ വഞ്ചന മാത്രമേ തന്നുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മെയിൻ സംഭവം. കുറച്ച് നാളധികം നമ്മൾ നോക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. 69 ലക്ഷം രൂപയോളം പോയല്ലേ? എനിക്ക് നവംബർ സമയം തൊട്ട് വയ്യാതെ ഇരിക്കുവാണ്. അവിടെ നിന്നൊരു ഏപ്രിൽ വരെ എനിക്ക് വയ്യായ്മ ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു. ഞാൻ SP വെൽനസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്, വീട്ടിൻ്റെ തൊട്ടടുത്ത്. രാത്രിയൊക്കെ എന്നെ അമ്മയും ഡ്രൈവറും ഒക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് ബിക്കോസ് നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു എനിക്ക്. ഈ സമയത്ത് ഞാൻ ഇവരെ ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എനിക്ക് ഓഫീസിൽ വരാൻ പറ്റില്ല, CCTV നോക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞാൻ. അപ്പോൾ നിങ്ങളവിടെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലീസ് എല്ലാ സ്റ്റാഫുകളും എല്ലാ കസ്റ്റമേഴ്സുകളും മര്യാദയ്ക്ക് പെരുമാറുക. പ്ലീസ് കിട്ടുന്ന കച്ചവടം മൊത്തം പിടിക്കുക, നല്ല ഗൂഗിൾ റിവ്യൂ മേടിച്ച് തരിക. ഇത്രയായിരുന്നു ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് എന്നും പറയുന്നത്. പക്ഷേ ഇത് 3ഉം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് അവർ ഫുൾഫിൽ ചെയ്യുന്നായിരുന്നു. വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ ഇവരെക്കുറിച്ച് വളരെ മോശമായിട്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അത് കേട്ട് മടുത്തിട്ട് അവസാനം ഒരു ദിവസം ഞാൻ ഇവരോട് പറയുകയും ചെയ്തു, ദയവ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മോശമായി പെരുമാറരുത്. ബിക്കോസ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് പോലും വീട്ടിൽ വിളിച്ച് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഇവർ ഭയങ്കര മോശമായ സ്റ്റാഫുകളാണ്, വേറെ സ്റ്റാഫുകളെ വെക്കണം എന്നുള്ളത്. മേ ബി ഇവർ പേഴ്സണലി വാട്സാപ്പ് വഴി ചെയ്യുന്ന കുറേ കച്ചവടം ഉണ്ടായിരുന്നു. ഇതിനകത്ത് വിനിത എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ആ കുട്ടി അവരോട് നല്ലപോലെ, ആ കസ്റ്റമേഴ്സിനോട് നല്ലപോലെ പെരുമാറും, എനിക്ക് കിട്ടേണ്ട കസ്റ്റമേഴ്സിനോട് മോശമായിട്ട് പെരുമാറും. അപ്പോൾ ഇവളുടെ കച്ചവടം നടക്കണ്ട എന്നുള്ളൊരു സംഭവം ആയിരിക്കാം. മേ ബി, ഐ ഡോണ്ട് നോ, അറിയില്ല. എല്ലാവരും ഈ പണം കയ്യിൽ തരാൻ ആവശ്യപ്പെട്ടില്ല ഒരു ഘട്ടത്തിലും അല്ലേ? ഒരു പ്രാവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. അത് എനിക്ക് അവരങ്ങനെ ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, ഇനി ഞാൻ മറന്നുപോയതാണെങ്കിൽ തന്നെ അവരതിനൊരു തെളിവ് പ്രൊവൈഡ് ചെയ്യട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ്, ഒരു വോയിസ് നോട്ടോ, എന്തെങ്കിലും നമ്മുടെ ഒരു കോൾ റെക്കോർഡിങ്ങോ എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച ഒരു ചാറ്റോ കോൾ റെക്കോർഡിങ്ങോ, ഇഫ് ദേ ക്യാൻ പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് 1, ഞാനത് സമ്മതിക്കാം. പക്ഷേ എൻ്റെ ശബ്ദത്തിൽ ഡബ്ബിപ്പിച്ചുകൊണ്ടൊന്നും ആരെയും കൊണ്ട് സംസാരിപ്പിക്കരുത്. എൻ്റെ ഈ ടോണിൽ തന്നെ വേണം, അത്രേ എനിക്കുള്ളൂ. മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലേ. അവർ തെളിവ് പോലും ഇല്ലാത്ത മുന്നോട്ട് പോകുന്ന ഒരു ധൈര്യം കാണിച്ചില്ലേ? എല്ലാ തെളിവും വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പിന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അവരെക്കാൾ ഒരു പടി മുന്നോട്ടാണ് ഞാനും പോയിരിക്കുന്നത്. 1.5 വർഷമായി അറിയാവുന്നവരാണ് ഇത്ര വലിയ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാം, പക്ഷെ ആരെന്തെന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ ഉണ്ടാവാം. കാര്യം അന്ന് ഇവിടെ വന്ന് സംസാരിച്ചൊരു ആറ്റിറ്റ്യൂഡല്ല ഇന്ന് TV കണ്ട 3 പേർക്ക്. തത്ത പറയുന്ന പോലെ 3 പേരും മറ്റേ ഇമ്പോസിഷൻ എഴുതി പഠിച്ച പോലെയാണ് പറഞ്ഞത്. അത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ, കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. സോ എനിക്ക് കൂടുതൽ പറയില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും. ചിലപ്പോൾ അവർ 3 പേരും കൂടെ ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയാവാം, എനിക്കറിയില്ല. കാറിൽ കയറിയ ശേഷം എന്താണ് ഉണ്ടായത്? അതൊന്നിപ്പോൾ ഉണ്ടായത്? ഞാൻ അവരുടെ കൂടെ അല്ല കാറിൽ വന്നത്. അന്ന് ഞാൻ ബാത്റൂമിലോട്ട് പോയായിരുന്നു. കാരണം എനിക്ക് ഒട്ടും വയറ് വയ്യാതെ വന്നിട്ട് ഇവരെല്ലാവരും പോയിട്ട് ഞാൻ ബാത്റൂമിൽ പോയി. അതും ആ CCTVയിലുണ്ട്. ഇവരെല്ലാവരും പോയതിന് ശേഷം ഞാൻ മേളിലോട്ട് പോയി. ഞാൻ മേളിൽ പോയി ഇവരൊക്കെ വഴിയിൽ പകുതി വഴി എത്തിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവസാനമാണ് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴേ അവർ 3 പേരും മേളിൽ കസേര ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എടുത്തു പോയി, പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അവർ പറഞ്ഞത് നമ്മുടെ മുഖം വെളി വരരുത്, ഇത് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യമാർക്ക് ഇനി ഒരിടത്തും ജോലി കിട്ടില്ല, ഇതാണ് അവർ പറഞ്ഞത്. അവരുടെ ഹസ്ബൻഡ്സാണ് ഭാര്യമാരെക്കാൾ കൂടുതൽ കരഞ്ഞത്.
നമ്മുടെ ഭാര്യമാർക്ക് തെറ്റ് പറ്റിപ്പോയി, അവരിങ്ങനെയുള്ളവരാണ്, നമ്മൾ പറഞ്ഞില്ല, ദയവ് ഇത് കേസ് കൊടുക്കരുത്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു കേസ് കൊടുക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഉടനെ സാർ പ്ലീസ് സാർ കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. 8 ലക്ഷം രൂപ തന്നതിന് ശേഷം പിന്നെ വിളിക്കുകയും പറയുകയും ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അത് വിനിത എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആദർശ് എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞ് ആ കോൾ അവർ പുറത്ത് കേൾപ്പിച്ചിട്ടില്ല, അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അറിയാം. പുള്ളി എന്നെ വിളിച്ചിട്ട് ആദ്യമേ പറഞ്ഞത് ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തരണം, നമ്മുടെ പേരിൽ കേസ് നിങ്ങൾ കൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനു എഴുതി തരണം, നമ്മൾ 8 ലക്ഷം രൂപ തന്നല്ലോ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു കരാർ നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. പുള്ളി എനിക്ക് എഴുതി തരണം, നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചല്ലോ, അപ്പോൾ തെറ്റ് സമ്മതം, അപ്പോൾ നിങ്ങളും എഴുതണം. ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പേപ്പറിൽ എഴുതാൻ. പുള്ളി തെറ്റ് ചേച്ചി എഴുതി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഒരു ഭീഷണിയായിട്ടാണ് തോന്നി. അത് എന്നെ വിളിച്ചത് 10 മണിക്ക് ശേഷമാണ്. എനിക്ക് എന്നെ 10 മണിക്ക് ശേഷം ഇതുപോലെ ഒരു പരിചയമില്ലാത്ത ആണുങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഒരുത്തൻ എന്നെ വിളിക്കുന്നുണ്ട്, പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അവനോട് സംസാരിച്ച ഓഡിയോ ആണ് അവർ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. എൻ്റെ അച്ഛൻ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ടോൺ ഇച്ചിരി ദേഷ്യത്തോടെയാണ് എന്നുള്ളതല്ലാതെ ഒരു മോശമായ വാക്കുപോലും എൻ്റെ അച്ഛനകത്ത് ഉപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പണം പരിഹരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും അത് പരിഹരിച്ചാൽ മതിയായിരുന്നു, നമുക്കും അത് മതിയായിരുന്നു. 3 പെണ്ണുങ്ങളെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ എൻ്റെ കുടുംബത്തിന് എന്ത് സന്തോഷം കിട്ടാനാണ്? എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അതിൽ ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ നമുക്ക് എല്ലാവരും കൂടെ ജയിലിൽ പോകുന്നാലും അവർ ജയിലിൽ പോകണമെന്ന് എനിക്കില്ലായിരുന്നു. എനിക്കിതൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവർ എന്നെ പ്രതിയാക്കി കളഞ്ഞല്ലോ. അതിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമായിട്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തതിനുപരി എന്നെ പ്രതിയാക്കി. ഫോൺ കോളിന് ശേഷമാണ് പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചത്. അതെ, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കട്ടെ. അവരിപ്പോൾ ആ ഒരു എക്സ്ക്ലൂസീവിനകത്ത് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ലക്ഷങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഞാൻ കേട്ട കാര്യം നിങ്ങൾ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അവർ പറയുന്നുണ്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല. നിങ്ങൾ അവരുടെ ബാങ്കിൽ പോവുക, SIB എന്നാണ് അവർ പറഞ്ഞത്. അതിൽ ഒരാളുടെ പത്തനംതിട്ട ബ്രാഞ്ചാണെന്ന് പറഞ്ഞു. നിങ്ങൾ ബാങ്കിൽ പോവുക, അവരുടെ അടുത്ത എക്സ്ക്ലൂസീവ് അവരോട് പറയുക നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കാണിക്കാവോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. എന്തൊക്കെ ചോദിച്ചാലും അവർ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിടില്ല. വിട്ടാൽ അവർക്ക് ഭയങ്കര പണിയാവും.